കേരള സാഹിത്യ അക്കാദമി ഭാരവാഹികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി എഴുത്തുകാരൻ ശ്രീകുമാരൻ തമ്പി. കേരള ഗാനരചനയിൽ ചെയർമാൻ സച്ചിദാനന്ദനും സെക്രട്ടറി CP അബൂബക്കറും ചേർന്ന് മനഃപൂർവ്വം അപമാനിക്കുകയായിരുന്നുവെന്ന് ശ്രീകുമാരൻ തമ്പി മീഡിയ വണ്ണിനോട് പറഞ്ഞു. എന്നാൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഒഴിവാക്കിയിട്ടില്ലെന്നും സർക്കാരിന്റേതാണ് അന്തിമ തീരുമാനമെന്നും സാഹിത്യ അക്കാദമി വിശദീകരിച്ചു. കേരള ഗാനരചനയുമായി ബന്ധപ്പെട്ട് തനിക്ക് ദുരനുഭവമുണ്ടായി എന്ന വെളിപ്പെടുത്തൽ ഇന്നലെയാണ് ശ്രീകുമാരൻ തമ്പി നടത്തിയത്. ആവശ്യപ്പെട്ടതനുസരിച്ച് ഗാനം എഴുതി നൽകിയെങ്കിലും അത് സ്വീകരിച്ചോ ഇല്ലയോ എന്ന പോലും സാഹിത്യ അക്കാദമി ഭാരവാഹികൾ അറിയിച്ചില്ല. പിന്നീട് ഗാനങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം കണ്ടപ്പോഴാണ് തന്റെ വരികൾ നിരാകരിച്ചുവെന്ന് അറിയുന്നത്. മുൻപ് സച്ചിദാനന്ദനെയും അക്കാദമിയെയും വിമർശിച്ചതിലുള്ള പ്രതികാരമാണ് തന്നോട് തീർത്തതെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നെ ഇൻസൾട്ട് ചെയ്തതാണ്. കാരണം അതിനു മുമ്പ് ഞാനും സച്ചിദാനന്ദനും കൂടി ചെറിയ പ്രദേശം ഉണ്ടായി. കാരണം സച്ചിദാനന്ദന് ഞാനടക്കമുള്ളവരെ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ആഹ്വാനം കൊടുത്തു. അപ്പോൾ ഞാൻ സച്ചിദാനന്ദനെ വിമർശിച്ചു. കാര്യമായിട്ട് എൻ്റെ ഭാഷ എനിക്കറിയാവുന്ന നല്ല രസകരമായ ഭാഷയെ വിമർശിച്ചു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ നിരാകരിക്കാത്തതിനാലാണ് മറ്ററിയിപ്പുകളൊന്നും നൽകാതിരുന്നതെന്ന് അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ പറഞ്ഞു. ആ മ്യൂസിക്കും ചേർത്ത് ഒരു കമ്മിറ്റിയിൽ നമ്മൾ വയ്ക്കാൻ പോവുകയാണ്. ആ കമ്മിറ്റിയിൽ വെച്ചിട്ട് മാത്രമേ ഫൈനൽ തീരുമാനമുള്ളൂ. ആ ഫൈനൽ തീരുമാനം ആവാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ നേരിട്ട് അങ്ങനെ അറിയിക്കാതിരുന്നത്. ശ്രീകുമാരൻ തമ്പിക്ക് വിഷമമുണ്ടാക്കുന്നതൊന്നും ചെയ്തിട്ടില്ലെന്നാണ് സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കറിന്റെ വിശദീകരണം. അദ്ദേഹത്തിനെ അവമാനിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും സാഹിത്യ അക്കാദമിക്കില്ല. പിന്നെ അവാർഡിന്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് പറയാനാവില്ല. അവാർഡ് ഞങ്ങൾ ഒറ്റക്കൊന്നുമല്ല തീരുമാനിക്കും. അവാർഡ് തീരുമാനിക്കുന്നതിനൊരു മെഷീനറി ഉണ്ട്. ആ മെഷീനറി അങ്ങനെ മൂവ് ചെയ്താൽ മാത്രമാണ് അവാർഡ് കിട്ടുന്നതും കിട്ടാതിരിക്കുന്നത്. ഇനി വരികൾ തിരഞ്ഞെടുത്താലും അത് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ശ്രീകുമാരൻ തമ്പി. സാഹിത്യ അക്കാദമി സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട പ്രതിഫല വിവാദത്തിൽ വിശദീകരണവുമായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് രംഗത്തെത്തി. സാഹിത്യ അക്കാദമിയുടെ നഷ്ടപരിഹാരം തനിക്ക് വേണ്ട, പണത്തിന് വേണ്ടിയല്ല കാര്യങ്ങൾ പറഞ്ഞത്. പണം നൽകി ഒതുക്കുന്നതിന് പകരം കവികളോടുള്ള സർക്കാരിന്റെയും സമൂഹത്തിന്റെയും സമീപനത്തിൽ മാറ്റം വരികയാണ് വേണ്ടതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കി. പ്രതിഫല വിവാദത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഖേദമറിയിച്ചെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി നടത്തുന്ന സർവ്വദേശീയ സാഹിത്യോത്സവത്തിൽ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് 2 മണിക്കൂറിലധികം നീണ്ടുനിൽക്കുന്ന വിഷയാവതരണത്തിന് ശേഷം പ്രതിഫലമായി 2400 രൂപ നൽകി അപമാനിച്ചുവെന്നായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിമർശനം. മീഡിയ 1 കൊച്ചി.